വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒരു പോമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹലോ ഐ ആം വീൽ ചെയർ എന്ന് പറയുന്ന പോമും. അത് ഒരു സ്മോൾ പോമാണ്. അത് കാരണം ഈ വീഡിയോയിൽ അതിൻ്റെ ഫുൾ ആക്ടിവിറ്റീസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആ പോമിലേക്ക് കിടന്നാലോ? ഓക്കെ, അപ്പം പോം ഫസ്റ്റ് ആരാ എഴുതിയെന്ന് നമുക്ക് നോക്കാം. പോം എഴുതിയ ഓഥറിന്റെ പേരാണ് സാറ ഇസ്മയിൽ. ഓക്കെ, അബൌട്ട് ദ ഓഥറിന്റെ പേരെന്താണ്? ഐ ആം ദ വീൽ ചെയർ എന്ന് പറയുന്ന പോം എഴുതിയത് സാറ ഇസ്മയിൽ ആണ്. ഈസ് എ ഡിഫറെന്റ്ലി ഏബിൾഡ് പോയറ്റ് ആണ്. അപ്പോൾ അവരെന്താണ്? അവർ ഡിഫറൻഷ്യലി ഏബിൾഡ് ആണ്. അവരെന്താണ് ശരിക്കും? ജേർണലിസ്റ്റ് ആൻഡ് ബ്ലോഗർ ലിവിങ് ഇൻ UK. ഓക്കെ, ഷീ റൺസ് സെയിം ഡിഫറൻസ് എ ഡിസബിലിറ്റി ഇഷ്യൂ വെബ്സൈറ്റ്. അപ്പം എന്താണ്? അവരൊരു ഡിസബിലിറ്റി ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റും അവർ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പോയത്തിലേക്ക് കിടന്നാലോ? അപ്പോൾ പോം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് എ സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് വിത്ത് ആൻ ഓബ്ജക്റ്റ് യു ഹാവ് യൂസ്ഡ്? അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നിങ്ങളുടെ എന്താണ് ലൈഫിൽ ഏതെങ്കിലും ഒരു സാധനത്തിനോട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ ഓടിച്ച സൈക്കിളിനോട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ടോയ്സ്, ഇപ്പം ഗേൾസ് ആണെങ്കിൽ എന്താണ് അവരുടെ ഡോളിനോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. അതേപോലെ ബോയ്സ് ആണെങ്കിൽ എന്താണ് അവർ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികളോടൊരു ഇഷ്ടമുണ്ടാവും. അതേപോലെ കൂട്ടുകാർക്ക് ഏതെങ്കിലും ഒരു സാധനത്തോട് സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹിയർ ഇസ് എ പോം അബൌട്ട് സച്ച് എ ഇന്റിമസി. അപ്പം എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പോം? ഹലോ ഐ ആം വീൽ ചെയർ എന്ന് പറയുന്ന പോം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു ഇന്റിമസി, ഇഷ്ടത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പോം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പോമിലേക്ക് കിടന്നാലോ? ഹലോ ഐ ആം വീൽ ചെയർ. ആരാണ് എഴുതിയത്? സാറ ഇസ്മയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഹലോ ഐ ആം എ വീൽ ചെയർ ആൻഡ് മൈ നെയിം ഇസ് ബെക്കി. അറ്റ് ലീസ്റ്റ് ദാറ്റ്സ് ദ നെയിം ഓഫ് ദ ഗേൾ ഹൂ സ്റ്റിയേഴ്സ് മീ. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ് സംസാരിക്കുന്നത്? വീൽ ചെയർ ആണ് വീൽ ചെയറിന്റെ ലൈഫിലെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഹലോ ഐ ആം വീൽ ചെയർ. ഓക്കെ, അപ്പൊ എന്താണ് വീൽ ചെയർ പറയുന്നത്? ഹലോ, ഞാൻ വീൽ ചെയർ ആണ്. ആൻഡ് മൈ നെയിം ഇസ് ബെക്കി. എൻ്റെ പേരെന്താണ്? ബെക്കി. അറ്റ്ലീസ്റ്റ് ദാറ്റ് ഇസ് ദ നെയിം ഓഫ് ദ ഗേൾ ഹൂ സ്റ്റിയേഴ്സ് മീ. അപ്പൊ ബെക്കി എന്ന് പറയുന്ന ആരുടെ പേരാണ്? വീൽ ചെയറിനെ സ്റ്റിയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോൾ ചെയ്യുന്ന ആളുടെ പേരാണ് എന്ത്? ബെക്കി എന്ന് പറയുന്നത്. അപ്പൊ വീൽ ചെയർ പറയാണ്, ഹലോ ഞാൻ വീൽ ചെയർ ആണ്, എന്നെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റിയർ ചെയ്യുന്ന ആളുടെ പേരെന്താണ്? ബെക്കി. അപ്പൊ ഈ പെൺകുട്ടീന്റെ പേരാണ് എന്ത്? ബെക്കി എന്ന് വീൽ ചെയർ പറയാണ്. As she wheels me down the street, she dreams of standing on her feet. The look on her face you don't see, you are too busy looking at me. അപ്പൊ എന്താണ്? ആസ് ഷീ വീൽസ് മീ ഡൗൺ ദ സ്ട്രീറ്റ്. അപ്പൊ എന്താ? സ്ട്രീറ്റിൽ കൂടെ ബെക്കി എന്താണ് പിന്നെ വീൽ ചെയർ സ്റ്റീർ ചെയ്ത് പോകുന്ന സമയത്ത് ബെക്കിന്റെ മനസ്സിലുള്ള ഡ്രീമിനെ കുറിച്ചാണ് പറയുന്നത്. ഷീ ഡ്രീംസ് ഓഫ് സ്റ്റാൻഡിങ് ഓൺ ഹെർ ഫീറ്റ്. ബെക്കിന്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? അവൾ അവളുടെ കാലിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നാണ് ബെക്കിയുടെ സ്വപ്നം എന്ന് ആര് പറയാണ്? വീൽ ചെയർ പറയാണ്. The look on her face you don't see. എന്താണ്? അവളുടെ മുഖത്തെ ലുക്ക് അല്ലെ അവളുടെ ഫേസിലേക്ക് നിങ്ങൾ നോക്കാറില്ല. യു ഡോണ്ട് സീ, യു ആർ ടു ബിസി ലുക്കിംഗ് അറ്റ് മീ. അപ്പൊ എന്താണ്? പബ്ലിക്കിലുള്ള ആൾക്കാരൊക്കെ ബെക്കിനെ അല്ല നോക്കുന്നത്, വീൽ ചെയറിനെയാണ് നോക്കുന്നതെന്ന് വീൽ ചെയർ പറയുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ അടുത്ത ഭാഗം. She gives you a smile so true. എന്താണ്?
ബെക്കി എന്ന് പറയുന്ന ആ കുട്ടി നല്ല മനസ്സ് തുറന്ന് ചിരിക്കുന്നതാണ്. ഷീ ഗിവ്സ് എ സ്മൈൽ സോ ട്രൂ. സത്യസന്ധമായിട്ടുള്ള ഒരു ചിരിയാണ് ബെക്കി ചിരിക്കാറ് എന്ന് വീൽചെയർ പറയാണ്. ബട്ട് യു ഡോണ്ട് സീ ദാറ്റ് ഡു യു? അപ്പൊ എന്താണ് പറയുന്നത്? വീൽചെയർ പറയാണ്, ആ ബെക്കി ചിരിക്കുന്നത് എത്ര സത്യസന്ധമായിട്ടാണ്, നിങ്ങൾ അത് കാണുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് യു ഡോണ്ട് സീ, നിങ്ങൾ കാണാറില്ല, നിങ്ങൾ കാണാറുണ്ടോ? ഡു യു? ഓക്കെ എന്നാണ് ചോദിക്കുന്നത്. ദ സ്മൈൽ ഓൺ ഹെർ ഫേസ് യു ഡോണ്ട് സീ. എന്താണ് ബെക്കിയുടെ മുഖത്തുള്ള സ്മൈൽ നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാറില്ല. യു ആർ ടു ബിസി ലുക്കിംഗ് അറ്റ് മീ. നിങ്ങൾ എന്താണ് വീൽ ചെയറിനെ നോക്കിക്കൊണ്ട് ആ വീൽ ചെയറിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ മൊത്തം. ആ ബെക്കി നിങ്ങളോട് ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ സത്യസന്ധമായി ചിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ എപ്പോഴും എന്താണ് വീൽ ചെയറിനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളാണെങ്കിലും എന്താണ് പബ്ലിക്ലി ആരെങ്കിലും വീൽ ചെയറിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കുക? ആ വീൽ ചെയറിൽ ഇരിക്കുന്ന ആളെയും കാട്ടി ആ വീൽ ചെയർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എതിൽ കൂടിയൊക്കെയാണ് പോകുന്നത് എന്നാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. ഹലോ, ഐ ആം വീൽ ചെയർ. പിന്നെയും പറയാണ്, ഹലോ, ഞാൻ വീൽ ചെയർ ആണ്. ആൻഡ് ഐ ആം സ്റ്റിയർഡ് ബൈ ബെക്കി. അപ്പൊ ആരാണ് എന്നെ കൺട്രോൾ ചെയ്യുന്ന? ആരാണ്? ബെക്കിയാണ്. എ ഗേൾ ഹു ഡിഡ് സോ മച്ച് റാദർ ബി ക്ലൈംബിംഗ് എ ടോൾ ട്രീ. അപ്പൊ എന്താണ് ബെക്കി എന്ന് പറയുന്ന ആളാണ് എന്നെ വീൽ ചെയറിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ആ കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ? എ ഗേൾ, ആ പെൺകുട്ടി. who did so much rather be climbing a tall tree. അപ്പൊ എന്താണ് ബെക്കി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് മനസ്സിൽ 100,000 ആഗ്രഹങ്ങളും വിഷസും ഡ്രീംസും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്ത് എന്നെ കൺട്രോൾ ചെയ്യുന്നത്, എന്നെ സ്റ്റീർ ചെയ്യുന്നത് എന്നാണ് വീൽ ചെയർ ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. So when you meet my best friend, look closer and you will see. Without her, where would I be? Parked in a garage. That's where watching you climb a tree. Okay. അപ്പൊ എന്താണ് പറയുന്നത്? So when you meet my best friend. അപ്പൊ വീൽ ചെയർ പറയാണ്, നിങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുമ്പോൾ. ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ബെക്കിയാണ്. ബെക്കിയാണ് വീൽ ചെയറിനെ സ്റ്റിയർ ചെയ്യുന്നത്. അപ്പൊ വീൽ ചെയറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ബെക്കി. സോ വെൻ യു മീറ്റ് ബെക്കി, അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ബെക്കിനെ മീറ്റ് ചെയ്യുമ്പോൾ ലുക്ക് ക്ലോസർ ആൻഡ് യു വിൽ സീ. അപ്പൊ എന്താണ്? നിങ്ങൾ അവരുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ സൂക്ഷ്മമായി ഒന്ന് നോക്കുക. വിത്തൗട്ട് ഹെയർ വേർ വുഡ് ബി ഐ. അപ്പൊ വീൽ ചെയർ പറയാണ്, ബെക്കി ഇല്ലെങ്കിൽ എൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് വീൽ ചെയർ ചോദിക്കുകയാണ്. പാർക്ഡ് ഇൻ എ ഗാർഗേജ്. പാർക്ഡ് ഇൻ എ ഗാർഗേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വീടിന്റെ ഷെഡിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഞാൻ ഉണ്ടാവും. ദാറ്റ്സ് വേർ വാച്ചിങ് യു ക്ലൈംബ് എ ട്രീ. ഏതെങ്കിലും ഒരു മൂലയ്ക്കിരുന്ന് എന്താണ് ബെക്കിയോ വേറെ ആരെങ്കിലൊക്കെ മരത്തിൽ കയറുന്നത് നോക്കി ഞാൻ ചുമ്മാ അവിടെ ലോകമൊന്നും കാണാതെ ചുമ്മാ ഏതെങ്കിലും ഷെഡിന്റെ കോർണറിൽ ഇരിക്കുന്നുണ്ടാകും എന്ന് വീൽ ചെയർ പറയാണ്. When you see me and Becky, there's one thing you don't see. I couldn't move without her any more than she could move without me. അപ്പൊ ഇവിടെ എന്താണ് വീൽ ചെയർ പറയുന്നത്? നിങ്ങൾ ഞങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ, when you see me, me എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വീൽ ചെയർ, and Becky, ബെക്കി എന്ന് പറഞ്ഞാൽ എന്താ? വീൽ ചെയറിനെ കൺട്രോൾ ചെയ്യുന്ന പെൺകുട്ടി. There's one thing you don't see. നിങ്ങൾ ഒരു കാര്യം കാണുന്നില്ല. എന്താണത്? I couldn't move without her. വീൽ ചെയറിന് മൂവ് ചെയ്യണമെങ്കിൽ ആര് വേണം? ബെക്കി വേണം. അതേപോലെ ബെക്കിക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ആര് വേണം? വീൽ ചെയർ വേണം. അതാണ് ഈ സെന്റൻസ് പറയുന്നത്. എനി മോർ ദാൻ ഷീ കുഡ് മൂവ് വിത്തൗട്ട് മീ. അപ്പൊ ബെക്കിക്ക് ആര് വേണം? വീൽ ചെയർ വേണം. വീൽ ചെയറിന് മൂവ് ചെയ്യണമെങ്കിൽ ആര് വേണം? ബെക്കി വേണം. അപ്പൊ ഇവരെന്താണ്? സെൽഫ് ഡിപ്പെൻഡന്റ് ആണോ? അല്ല, അവര് കോ ഡിപ്പെൻഡന്റ് ആണ്. എന്ന് പറഞ്ഞാൽ വീൽ ചെയറിന് ബെക്കിയും വേണം, ബെക്കിക്ക് വീൽ ചെയറും വേണം. അപ്പം ഈ പോമിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ
വീൽ ചെയർ സംസാരിക്കുന്ന രീതിയിലാണ് ഈ പോം മൊത്തം കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ്, പോമില് വീൽ ചെയർ പറയാണ്, നിങ്ങൾ എന്നെയും എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ബെക്കീനെയും സ്ട്രീറ്റിൽ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ബെക്കീൻ്റെ മുഖത്തേക്ക് നോക്കാറോ അവളുടെ സത്യസന്ധമായിട്ടുള്ള ചിരി ശ്രദ്ധിക്കാറോ ഇല്ല. നിങ്ങൾ എപ്പോഴും എൻ്റെ മുഖത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്നെയാണ് വീൽ ചെയറിനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബെക്കി എന്ന് പറയുന്നത് എന്താണ്, ബെക്കിക്ക് കുറേ ഡ്രീംസ്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഡ്രീംസും കുറേ ആശകളും സ്വപ്നങ്ങളും എന്താണ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ബെക്കി. അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ പറയുന്നത് എന്താണ്, ബെക്കി ഇല്ലാതെ വീൽ ചെയറിനും വീൽ ചെയർ ഇല്ലാതെ ബെക്കിക്കും എന്താണ് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ പോമിന്റെ ഒരു സമ്മറി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇതിന്റെ ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ഈ പോമിലെ ആരാണ് സ്പീക്കർ? വീൽ ചെയർ ആണ് സ്പീക്കർ. What does Becky dream of doing as she moves on her wheelchair down the street? അപ്പോൾ സ്ട്രീറ്റിൽ കൂടെ പബ്ലിക്കലി പോകുന്ന സമയത്ത് ബെക്കിന്റെ മനസ്സിലുള്ള ഡ്രീം, സ്വപ്നം എന്താണ്? ഷീ ഡ്രീംസ് ഓഫ് സ്റ്റാൻഡിങ് ഓൺ ഹെർ ഫീറ്റ്. അപ്പൊ എന്താണ്, ബെക്കി സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് സ്വപ്നം കാണുന്നത്. പീപ്പിൾ ഡോണ്ട് നോട്ടീസ് ബെക്കി സ്മൈൽ. വൈ? പീപ്പിൾ ആർ ടു ബിസി ലുക്കിംഗ് അറ്റ് ദ വീൽ ചെയർ. അപ്പൊ എന്താണ്, ബെക്കി പുറത്ത് നിന്ന് വീൽ ചെയറിലൂടെ പോകുമ്പോൾ ബെക്കിന്റെ സ്മൈൽ ആരും നോട്ടീസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? പീപ്പിൾ എന്ന് പറഞ്ഞാൽ പബ്ലിക് എല്ലാം എന്താണ്, വീൽ ചെയറിനെയാണ് ശ്രദ്ധിക്കുന്നത്. What does the poet mean by saying I couldn't move without her any more than she couldn't move without me? ഓതർ പറയുന്നുണ്ട് ഐ couldn't move without her. ബെക്കി ഇല്ലാതെ വീൽ ചെയറിന് മൂവ് ചെയ്യാൻ പറ്റില്ല, വീൽ ചെയർ ഇല്ലാതെ ബെക്കിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ദിസ് ഇൻഡിക്കേറ്റ് ദ മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ഓഫ് വീൽ ചെയർ ആൻഡ് ബെക്കി. എന്ന് പറഞ്ഞാൽ അവർ കോ ഡിപ്പെൻഡന്റ് ആണ്. എന്താണ്, ബെക്കി വീൽ ചെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ വീൽ ചെയർ ബെക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Where would the wheelchair be without Becky? ബെക്കി ഇല്ലെങ്കിൽ വീൽ ചെയർ എവിടെയാണ് ഉണ്ടാവുക? പാർക്ക്ഡ് ഇൻ ഗാർഗേജ്. ഗാർഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെഡ് അല്ലെങ്കിൽ സ്റ്റോറേജ് റൂമിലാണ് ഉണ്ടാവുക. Can you identify the lines that shows Becky's desire for independence? അപ്പം ഇവിടെ മെയിൻ ആയിട്ട് ബെക്കിക്ക് സ്വതന്ത്രമാകാൻ, ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ, സ്വന്തം കാലുകളിൽ നിന്ന് ജീവിക്കാനാണ് ബെക്കിയുടെ സ്വപ്നം. അപ്പം അതേപോലെ ബെക്കിന്റെ സ്വപ്നം കാണിക്കുന്ന പോമിലുള്ള വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് മെയിൻ സെന്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഹെർ ഡിസയർ വാസ് ടു സ്റ്റാൻഡ് ഓൺ ഹെർ ഓൺ ഫീറ്റ്. അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനാണ് ഒന്ന്. പിന്നെന്താ? ക്ലൈംബ് എ ടോൾ ട്രീ. വലിയൊരു മരത്തിൽ കയറാനാണ് ബെക്കിക്ക് ആഗ്രഹം. ഇപ്പൊ പക്ഷെ എന്താണ്, ബെക്കിയുടെ കാലിന് സുഖമില്ലാത്ത കാരണം അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനോ അല്ലെങ്കിൽ ആ കാല് വെച്ച് വലിയൊരു മരത്തിൽ കയറാനോ അവർക്ക് കഴിയില്ല. ഓക്കെ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. റീഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബെക്കി ആൻഡ് ദ വീൽ ചെയർ ഗിവൺ ബിലോ. അപ്പൊ എന്താ? ഡ്രീംസ് ഓഫ് ക്ലൈംബിംഗ് ട്രീ. മരത്തിൽ കയറാനുള്ള സ്വപ്നം ആർക്കാണ്? ബെക്കിക്കാണ്. പ്രൊവൈഡ്സ് കംഫർട്ട് ആൻഡ് സപ്പോർട്ട്. ആരാണ്? വീൽ ചെയർ ആണ് സപ്പോർട്ടും കംഫർട്ടും കൊടുക്കുന്നത്. എനേബിൾസ് ഈസി സ്റ്റിയറിംഗ്. വീൽ ചെയർ ആണ്. ഡിറ്റർമൈൻസ് ടു ഓവർകം ഒബ്സ്റ്റിക്കിൾസ്. ബെക്കിയാണ്. ഫേസസ് ചാലഞ്ചസ് വിത്ത് കറേജ്. ബെക്കിയാണ്. ഗോ സ്മൂത്ത്ലി ഓവർ ഡിഫറെന്റ് ടെറൈൻസ്. വീൽ ചെയർ ആണ്. നീഡ്സ് എ പേഴ്സൺ ടു ഓപ്പറേറ്റ്. വീൽ ചെയർ ആണ്. ലവ്സ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. ബെക്കിയാണ്. ഓക്കെ, അപ്പം ഇവിടെ കൊടുത്തിരുന്ന സെന്റൻസ് ബെക്കിനെയാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വീൽ ചെയറിനെയാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, now pick out the characteristics of each one and write them in sentence. അപ്പൊ എന്താണ് മേലെ കൊടുത്തിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ്? ബെക്കിക്ക് ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്, വീൽ ചെയറിന് ഏതൊക്കെ വരുന്നുണ്ട്, അത് നമ്മൾ ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്താണ്. ബെക്കിന്റെ സെക്ഷനിലുള്ളത് ഇവിടെയും വീൽ ചെയറിന്റെ സെക്ഷനുള്ളത് ഇവിടെയും അവിടെ നിന്ന് നോക്കി എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. എന്താ? ലുക്ക് അറ്റ് ദ ഗിവൺ പിക്ചർ കെയർഫുള്ളി. അപ്പൊ എന്താണ്, ഇവിടെ രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം പിക്ചർ എയിൽ എന്താണ്, ഒരു വീൽ ചെയറിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഇവിടെ സ്റ്റെപ്സ് ആണ്, അപ്പൊ ഇവർക്ക് കയറാൻ പറ്റില്ല. പിക്ചർ ബിയിൽ എന്താണ്, ഒരു ആൺകുട്ടി ഒരു വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, അവർക്ക് സ്റ്റെപ്സിന് പകരം റാമ്പ് ആണുള്ളത്, ഒരു
എന്താണ് സ്ലാൻഡിങ് ആയിട്ടുള്ള റാമ്പാണുള്ളത്. അപ്പോൾ ഈ വീൽ ചെയർ ഈ റാമ്പിൽ കൂടി ഈസി ആയിട്ട് പോകും. പക്ഷേ ഈ വീൽ ചെയർ സ്റ്റെപ്സിൽ കൂടെ കയറാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. വാട്ട് ഡു യു സീ ഇൻ പിക്ചർ ബി ഇൻസ്റ്റെഡ് ഓഫ് ഇത് സ്റ്റെപ്സ് ഇൻ പിക്ചർ എ? ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ എയും ബിയിലും നമ്മൾ ഡിഫറൻസ്? ഇവിടെ റാമ്പാണുള്ളത്, റാമ്പ് ഉണ്ട്. ഓക്കെ, ഹൗ ഇസ് എ റാമ്പ് ഹെൽപ്ഫുൾ ഫോർ ഡിഫറൻഷ്യലി ഏബിൾഡ് പേഴ്സൺസ്? അപ്പൊ എന്താണ് ഈ റാമ്പ് എങ്ങനെയാണ് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വീൽ ചെയറിൽ പോകുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടെന്ന് ചോദിക്കുന്നത്. ഈസി ടു സ്ക്രോൾ അപ്പ് ആൻഡ് ഡൗൺ, അവർക്ക് എന്താണ് ഈസി ആയിട്ട് വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഈസി ആയിട്ട് മേലേക്കും താഴേക്കും സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അതിൻ്റെ ഹെൽപ്ഫുൾനെസ്. Can you suggest 3 ways to make your school more comfortable for differently abled children? നിങ്ങളുടെ സ്കൂളിൽ ഈ ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിന് അവരുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് എഴുതാം. ഹെൽപ്പിംഗ് ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്, അപ്പോൾ എന്താണ് സ്കൂളിലുള്ള എല്ലാവർക്കും ഇവരുടെ ഒരു സിറ്റുവേഷനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും പിന്നെ എന്താണ് അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യം എല്ലാ കുട്ടികളോടും പറയുകയും എന്താണ് എല്ലാ കുട്ടികളെ അവരെ പോലെ തന്നെ കണ്ട് ഇവരെയും കൂടെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു എന്താണ് നല്ലൊരു മനസ്സ് കാണിക്കണം എന്ന് ടീച്ചേഴ്സ് തന്നെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. പിന്നെന്താ എലിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റാമ്പ് പോലത്തെ എലിവേറ്റേഴ്സ്. വൈഡ് ഡോർവേസ് ടു ഫെസിലിറ്റേറ്റ് ഈസി മൂവ്മെന്റ്, എന്താണ് ഇവരുടെ വീൽ ചെയറും ഇവർക്കും കൂടെ പോകണമെങ്കിൽ എന്താണ് ചെറിയ ഡോറ് പറ്റില്ല, അപ്പം എന്താണ് വലിയ വലിയ ഡോർസ് വെക്കുക. ടാക്ടൈൽ മാർക്കേഴ്സ് ടു അസിസ്റ്റ് വിഷ്വലി ഇമ്പയർഡ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർക്കേഴ്സ് വെക്കുന്നതും എന്താണ് സ്കൂളുകളിൽ ഇതേപോലത്തെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിൽ പോയാലോ. റീഡ് ദ സെന്റൻസ് റിട്ടൺ ഓൺ ദ ലീഫ്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇതൊരു ലീഫാണ്. ലീഫിൽ ബെക്കി എന്തോ എഴുതിയിട്ടുണ്ട്. ഐ ഡ്രീം ഓഫ് സ്റ്റാൻഡിങ് ഓൺ മൈ ഫീറ്റ്. ഇപ്പം ബെക്കീൻ്റെ ഡ്രീം എന്താണ്? എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനാണ് ബെക്കീൻ്റെ ആഗ്രഹം. യു ടു മേ ഹാവ് ഡ്രീംസ് ലൈക്ക് ബെക്കി. അപ്പം നിങ്ങൾക്കും ബെക്കീനെ പോലെ ഡ്രീംസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ. ഡ്രോ എ ലീഫ് ആൻഡ് റൈറ്റ് യുവർ വിഷ് ഓർ ഡ്രീം ഓൺ ഇറ്റ്. Once everyone has one's own leaf, paste the leaf on the tree chart and hanging it on wall. One student from each group can make a presentation. അപ്പോൾ എന്താണ് ഓരോ കുട്ടികളും എന്താണ് അവരുടെ ഡ്രീം ഓരോ ലീഫിൽ എഴുതുക. എന്നിട്ട് എന്താണ് ക്ലാസ്സിൽ ഒരു ഡ്രീം ട്രീ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരുടെ ഡ്രീം ഇതേപോലെ ഒട്ടിച്ചു വെച്ചിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഒരാൾ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിളിന് എന്താണ് ഐ വുഡ് ലൈക്ക് ടു ബി എ പൈലറ്റ് അല്ലെങ്കിൽ ബിക്കം എ പൈലറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഡ്രീം ഇവിടെ എഴുതിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. അടുത്ത ആക്ടിവിറ്റി, നൗ ഇമാജിൻ ദാറ്റ് ഇറ്റ് കുഡ് ടോക്ക്. What would it say about its day with you? Write few sentences from its point of view. Here's one done for you. Complete the others. അപ്പോൾ എന്താണ് ഇവിടെ ഒരു എക്സാമ്പിളിനായിട്ട് പെൻസിൽ ഇപ്പോൾ വീൽ ചെയർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അതേപോലെ ഓരോരോ വസ്തുക്കൾ ഇപ്പോൾ ഇവിടെ എക്സാമ്പിളിന് പെൻസിൽ കൊടുത്തിട്ടുണ്ട്, വാട്ടർ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്, ബുക്ക് കൊടുത്തിട്ടുണ്ട്, ബാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീൽ ചെയർ നമ്മളിപ്പോൾ പോമിൽ സംസാരിക്കുന്ന പോലെ ഇവർ നമ്മളോട് എന്തൊക്കെ സംസാരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പെൻസിൽ എന്താ പറയുന്നത്? വാവ്, ഐ ഹാവ് ബീൻ വർക്കിംഗ് എ ലോട്ട് സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പെൻസിലിനെ എന്തായാലും സ്റ്റുഡൻസ് എന്ത് ചെയ്യും? സ്കൂളിൽ കൊണ്ടുപോകും. ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫസ്റ്റ് പീരീഡ് തൊട്ട് ലാസ്റ്റ് പീരീഡ് വരെ പെൻസിൽ വെച്ച് എഴുതുകയാണ്. അപ്പോൾ പെൻസിൽ പറയാണ് ഐ ഹാവ് ബീൻ വർക്കിംഗ് എ ലോട്ട് സിൻസ് മോർണിംഗ്. അപ്പോൾ എന്താ രാവിലെ തുടങ്ങി തന്നെ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യാണ് എന്നാണ് ആര് പറയുന്നത്? പെൻസിൽ. ബുക്ക് എന്താ പറയുന്നത്? ഐ ആം ഫിൽഡ് വിത്ത് സോ മെനി കൂൾ സ്റ്റോറീസ്. ഹോപ്പ് യു റെഡ് സം ഓഫ് ദം ടുഡേ. അപ്പോൾ എന്താണ് ബുക്ക് പറയാണ് എൻ്റെ ഉള്ളിൽ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എന്താണ് കുറച്ച് സ്റ്റോറീസ് എങ്കിലും വായിച്ചു കാണുമെന്ന് ബുക്ക് പറയാണ്. ഓക്കെ, വാട്ടർ ബോട്ടിൽ എന്താ പറയുന്നത്? ഡിഡ് യു ഡ്രിങ്ക് ഇനഫ് വാട്ടർ ടുഡേ? താങ്കൾ ഇന്ന് ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചോ എന്ന് നമ്മളോട് വാട്ടർ ബോട്ടിൽ ചോദിക്കുകയാണ്. അതുപോലെ ബാഗ് എന്താ പറയുന്നത്?
ഐ ആം ടയേർഡ് ബൈ ക്യാരിങ് ഓൾ യുവർ എസെൻഷ്യൽസ് ടുഡേ. ബാഗ് പറയാണ് ഇന്ന് സ്കൂളിൽ പോയപ്പോൾ ഈ ബാഗിലാണ് പുസ്തകവും വാട്ടർ ബോട്ടിലും ബുക്സും ഒക്കെ കൊണ്ടുപോയത്. അപ്പം എന്താണ്, ഞാൻ ഇന്നത്തെ ദിവസം ടയേർഡാണ്. എന്താണ്, നിന്റെ എല്ലാ കാര്യങ്ങളും ചുമന്നിട്ട് ഞാൻ ടയേർഡ് ആയി പോയി എന്ന് പറയാം. ഐ ആം ടയേർഡ് ബൈ ക്യാരിങ് ഓൾ യുവർ എസെൻഷ്യൽ ടുഡേ. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ക്യാരി ചെയ്ത് ഞാൻ ടയേർഡ് ആണെന്നാണ് ബാഗ് പറയുന്നത്. ഓക്കെ, അപ്പം കൂട്ടുകാർക്ക് ഈ പോം ഹലോ ഐ ആം വീൽ ചെയർ എന്ന് പറയുന്ന പോമും പിന്നെ എന്താണ് പോമിൽ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, വീൽ ചെയർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. അതേപോലെ ഈ ആക്ടിവിറ്റീസും എല്ലാ ആക്ടിവിറ്റീസും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യണമെന്നും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. താങ്ക് യു സോ മച്ച്.